മതതീവ്രവാദത്തിന്റെ വക്താക്കളായ ഇസ്ലാമിക ഭീകരതയുടെ ബംഗ്ലാദേശിലെ ക്രൂരതകൾ തുറന്നുകാട്ടി ബംഗ്ലാദേശ് ന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സെമിനാർ. ഇത്രയും ഭീകരമായ അവസ്ഥ അയൽ രാജ്യത്ത് നടക്കുമ്പോൾ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വം മൗനത്തിലാണെന്നും ഹരിപ്പാട് സംഘടിപ്പിച്ച സെമിനാർ വിലയിരുത്തി. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിന്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിലായിരുന്നു ഹരിപ്പാട് ഗാന്ധി സ്ക്വയറിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതതീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ജൈന വിഭാഗങ്ങളിലുള്ളവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും ഹിന്ദു അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയാണെന്നും സെമിനാർ ചൂണ്ടിക്കാട്ടി. ഇത്രയും ഭീകരമായ അവസ്ഥ തൊട്ടടുത്ത രാജ്യത്ത് നടക്കുമ്പോൾ എന്തിനും ഏതിനും പ്രസ്താവനകൾ ഇറക്കുന്ന കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ നേതൃത്വം മൗനത്തിലാണെന്ന് ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി കൺവീനർ KR സുബ്രഹ്മണ്യൻ പറഞ്ഞു. ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും മിഷൻ 2047 എന്ന പേരിൽ ഇടത് വലത് സർക്കാരുകളുടെ ഒത്താശയോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രഹസ്യമായും പരസ്യമായും നടത്തിവരുന്നത് വിധ്വംസക പ്രവർത്തനങ്ങളാണെന്ന് ആന്റി ടെററിസ്റ്റ് ആക്ടിവിസ്റ്റ് നിക്സൺ ജോൺ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ ജിഹാദ് നടന്നപ്പോൾ നമ്മൾ ചിരിച്ചു. ഇന്ന് ബംഗ്ലാദേശിൽ ജിഹാദ് നടക്കുകയാണ്. മിഷൻ 2047 പറയുന്നത് കേരളത്തിൽ നടക്കുമെന്നാണ്. ഇന്ത്യയിൽ they are preparing for the final jihad. This is absolute right intelligence reports. They are preparing to cut your head. നിന്റെ തല ഇറക്കാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ജിഹാദ്, അതാണ് ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സമാന്തര സാമ്പത്തിക സംവിധാനങ്ങളും ടെലിഫോൺ എക്സ്ചേഞ്ചുകളും IS-ന്റെ നേതൃത്വത്തിൽ രഹസ്യമായി കേരളത്തിൽ നടത്തുകയാണെന്നും സെമിനാർ ചൂണ്ടിക്കാട്ടി. ഗാന്ധി സ്ക്വയറിൽ ആർട്ടിസ്റ്റ് സുരേഷ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ പീഡനത്തെ ആസ്പദമാക്കി വരച്ച തത്സമയ ചിത്രരചന ഭീകരതയുടെ സാക്ഷ്യപത്രമായി. സെമിനാറിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ വിളയിൽ മോഡറേറ്ററായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹരിപ്പാട് യൂണിറ്റ് സെക്രട്ടറി I ഹലീൽ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജോയിന്റ് ട്രഷറർ S ശ്രേയസ്, RSS ആലപ്പുഴ ജില്ലാ സംഘചാലക് റിട്ടയർഡ് കേണൽ റാം മോഹൻ, ഭാരതീയ വിചാര കേന്ദ്രം മീഡിയ കോർഡിനേറ്റർ J മഹാദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.